എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സ്പോർട്സ് കോട്ട അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ സ്പോർട്സ് കോട്ട താൽക്കാലിക റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് admissions.kerala.university.ac.in/FYUGP 2024/index.php എന്നുള്ള ഈ ഒരു പേജ് വഴി നിങ്ങൾക്ക് ഈ ഒരു സ്പോർട്സ് കോട്ട അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. സ്പോർട്സ് കോട്ട അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാനായിട്ട് വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ നമ്പർ നൽകുകയും പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്യുക. അതിനുശേഷം സ്പോർട്സ് കോട്ട എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഇൻസ്ട്രക്ഷൻസ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു ഇൻസ്ട്രക്ഷൻ കൂടി നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതിലെന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട സീറ്റുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. കോളേജിൽ ഹാജരാവേണ്ട തീയതി ജൂൺ 28 12 മണിക്കകം ആണ്. നിർദ്ദേശങ്ങൾ: കേരള സർവകലാശാല 1-ാം വർഷ ബിരുദ പ്രവേശനം സ്പോർട്സ് കോട്ട സീറ്റുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് സ്പോർട്സ് കോട്ട എന്ന ടാബ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാവുന്നതാണ്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്പോർട്സ് കോട്ട പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ജൂൺ 28 പകൽ 12 മണിക്ക് മുൻപായിട്ട് എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും സഹിതം അതത് കോളേജുകളിൽ ഹാജരാവേണ്ടതാണ്. പ്രൊഫൈലിൽ വിദ്യാർത്ഥികൾ നൽകിയിട്ടുള്ള കോഴ്സുകൾക്ക് മാത്രമേ പ്രവേശനം നേടാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ എല്ലാ കോളേജുകളിലും എല്ലാ കോഴ്സുകൾക്കും ഒരേ ദിവസം തന്നെയാണ് കൗൺസിലിംഗ് നടത്തുന്നത്. ആയതിനാൽ ഒന്നിൽ കൂടുതൽ കോളേജുകളുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് കൗൺസിലിംഗിൽ പങ്കെടുക്കാൻ രക്ഷകർത്താവ് അല്ലെങ്കിൽ പ്രതിനിധിയുടെ സഹായം ഉപയോഗപ്പെടുത്താവുന്നതാണ്. രക്ഷകർത്താവ് അല്ലെങ്കിൽ പ്രതിനിധിയാണ് ഹാജരാകുന്നതെങ്കിൽ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട്, വിദ്യാർത്ഥി ഒപ്പിട്ട സാക്ഷ്യപത്രം അതായത് ഓതൻറ്റിക്കേഷൻ ലെറ്റർ ഓതറൈസേഷൻ ലെറ്റർ എന്നിവ സഹിതം ഹാജരാക്കേണ്ടതാണ്. രാവിലെ 12 മണിക്ക് മുമ്പായിട്ട് തന്നെ വിദ്യാർത്ഥിയോ പ്രതിനിധിയോ കോളേജിൽ ഹാജരാവണം. വിദ്യാർത്ഥിക്ക് ലഭിച്ച റാങ്ക് ലിസ്റ്റ് അനുസരിച്ചാണ് കൗൺസിലിംഗ്. ആയതിനാൽ റാങ്ക് വിളിക്കുന്ന സമയം വിദ്യാർത്ഥിയോ പ്രതിനിധിയോ ഹാജരാകാത്ത പക്ഷം റാങ്ക് ലിസ്റ്റിൽ അടുത്ത ആളെ പരിഗണിക്കുന്നതാണ്. ഇങ്ങനെ സീറ്റ് നഷ്ടപ്പെടുന്ന വിദ്യാർത്ഥിക്ക് പിന്നീട് ആ ഒരു സീറ്റ് അവകാശപ്പെടാൻ സാധിക്കുന്നതല്ല. അഡ്മിഷന് ഹാജരാകുന്നവർ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും അസൽ അതത് ഒറിജിനൽ തന്നെ ഹാജരാക്കേണ്ടതാണ്. പ്രതിനിധി ഹാജരാകുന്ന കോളേജിൽ ആണ് അഡ്മിഷൻ ലഭിക്കുന്നതെങ്കിൽ പ്രിൻസിപ്പാൾ അനുവദിക്കുന്ന സമയത്തിനുള്ളിൽ വിദ്യാർത്ഥി നേരിട്ടെത്തി ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി അഡ്മിഷൻ നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ്. നിലവിൽ മറ്റേതെങ്കിലും കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ പ്രസ്തുത അലോട്ട്മെൻറ്റ് മെമ്മോ ഹാജരാക്കേണ്ടതാണ്. അതായത് നിങ്ങൾക്ക് എവിടെയാണോ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അലോട്ട്മെൻറ്റ് മെമ്മോ ഹാജരാക്കണം. അങ്ങനെയുള്ളവർ സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ ലഭിക്കുന്ന പക്ഷം പ്രിൻസിപ്പൽ അനുവദിക്കുന്ന സമയത്തിനുള്ളിൽ അഡ്മിഷൻ ലഭിച്ച കോളേജിൽ നിന്നും TCയും മറ്റ് സർട്ടിഫിക്കറ്റുകളും വാങ്ങി അഡ്മിഷൻ നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ്. പ്രിൻസിപ്പൽ അനുവദിക്കുന്ന സമയത്തിനുള്ളിൽ അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കാത്തവരുടെ സീറ്റ് ഒഴിവുള്ളതായി പരിഗണിക്കുന്നതും അടുത്ത ഘട്ടത്തിൽ കൗൺസിലിംഗിൽ നികത്തുന്നതുമാണ്. ഇങ്ങനെ സീറ്റ് നഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികളെ പ്രസ്തുത സീറ്റിലേക്ക് പിന്നീട് യാതൊരുവിധ കാരണവശാലും പരിഗണിക്കുന്നതായിരിക്കില്ല. അതുപോലെ വിദ്യാർത്ഥികൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനായിട്ട് വെരിഫിക്കേഷൻ നടത്തിയാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ അതത് കോളേജുകളിൽ പരിശോധിക്കുന്നതാണ്. ഈ ഒരു ഘട്ടത്തിൽ സർട്ടിഫിക്കറ്റുകളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തിയാൽ അഡ്മിഷൻ നിരസിക്കുന്നതായിരിക്കും. പ്രൊഫൈലിൽ ചേർത്തിട്ടില്ലാതെ യാതൊരുവിധ സർട്ടിഫിക്കറ്റുകളും പരിഗണിക്കുന്നതായിരിക്കില്ല. അതുപോലെ അഡ്മിഷൻ ലഭിക്കുന്നവർ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് അവരുടെ പ്രൊഫൈലിലൂടെ ഓൺലൈനായിട്ട് അടയ്ക്കേണ്ടതാണ്. ആയതിലേക്കുള്ള ലിങ്ക് കോളേജിൽ നിന്നും ആക്റ്റീവ് ആക്കിയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതായത് കോളേജിൽ നിന്ന് ആ ഒരു ലിങ്ക് ആക്റ്റീവ് ആക്കിയിട്ട് തരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.